ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഓരോ സ്റ്റേജസ് ആയിരുന്നു ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ എനർജി സോഴ്സിനെ പറ്റി പറഞ്ഞു, സോളാർ റേഡിയേഷനെയും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനൊക്കെ പറ്റി പറഞ്ഞു. ഇന്ന് നമ്മളതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു, അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. അതായത് സോളാർ റേഡിയേഷൻ എനർജി സോഴ്സാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റേജ്. ഒരു റിമോട്ട് സെൻസിങ് പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ടു ഹാവ് എ പ്രോപ്പർ എനർജി സോഴ്സ്. ഇപ്പോൾ മിക്കവാറും എല്ലാ കേസിലും സോളാർ റേഡിയേഷനാണ് അവിടെ എനർജി സോഴ്സ്. ആൻഡ് ആ എനർജി സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഈ വേവ് ലെങ്ത് ഓർ റേഡിയേഷൻസ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്ത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് എത്തും. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വേവ്സിന് എന്തൊക്കെ സംഭവിക്കുന്നു, അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. ദാറ്റ് ഈസ് ഇൻട്രാക്ഷൻ ഓഫ് ദിസ് എനർജി വേവ്സ് വിത്ത് അറ്റ്മോസ്ഫിയർ. ഇൻട്രാക്ഷൻ ഓഫ് എനർജി വേവ്സ് വിത്ത് ദി അറ്റ്മോസ്ഫിയർ, അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിനെന്തൊക്കെ സംഭവിക്കും? Some amount of this electromagnetic radiation will be scattered, some amount will be absorbed, and some amount of this waves will be transmitted through the atmosphere. And ഈ ഒരു ഇൻട്രാക്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ വരുന്ന സോളാർ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനെയും, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ ഓരോ വേവ് ലെങ്ത്ത് ഉള്ള റേഡിയേഷൻ ഓരോ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഏതൊക്കെ പാർട്ടിക്കിൾസാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ളത് എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, ഈ നമ്മുടെ സോളാർ റേഡിയേഷൻ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം നമ്മുടെ വേവ്സ് അറ്റ്മോസ്ഫിയറായിട്ട് ഇൻട്രാക്ഷനിൽ വരുന്നുണ്ട്. ഒന്ന് വൈൽ ട്രാവലിംഗ് ഫ്രം സൺ ടു എർത്ത്, ആൻഡ് രണ്ടാമത്തത് ദ റിഫ്ലക്റ്റഡ് റേഡിയേഷൻസ് വിച്ച് ആർ റിഫ്ലക്റ്റഡ് ഫ്രം ദി ഒബ്ജക്റ്റ്. ആൻഡ് അത് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്തിട്ടാണ് സാറ്റലൈറ്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഫ്രം സൺ ടു ഒബ്ജക്റ്റ് ആൻഡ് ഫ്രം ഒബ്ജക്റ്റ് ടു സാറ്റലൈറ്റ്, ആ 2 പ്രാവശ്യം ഈ 2 ട്രാവലിൻ്റെ ഇടക്കും നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് കമ്മിങ് ഇൻ കോണ്ടാക്ട് വിത്ത് അറ്റ്മോസ്ഫിയർ, ആൻഡ് അവിടെ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന വേവ് ലെങ്ത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട്, ഓസോൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൽ തട്ടുമ്പോൾ ഈ ഓരോ വേവ് ലെങ്ത്തിനും എന്ത് സംഭവിക്കുന്നു, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ നമുക്കറിയാം, ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വേവ് ലെങ്ത്ത് കുറവുള്ളത് എക്സ്റേസും ഗാമ റേസിനുമാണ്. എക്സ്റേസിനും ഗാമ റേസിനുമാണ് ഏറ്റവും വേവ് ലെങ്ത്ത് കുറവുള്ളത്. അപ്പോൾ ഈ ഏറ്റവും വേവ് ലെങ്ത്ത് കുറവുള്ള റേസ് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ അബ്സോർബ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഗാമ റേസും എക്സ്റേസും നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. എർത്തിലേക്ക് എത്തുന്നതിന് മുന്നേ അത് അറ്റ്മോസ്ഫിയറിൽ വെച്ച് അബ്സോർബ്ഡ് ആവും. നമുക്കറിയാം എക്സ്റേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അത് എർത്തിലേക്ക് എത്തിയാൽ നമുക്കത് ഹാംഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അത് അറ്റ്മോസ്ഫിയർ വെച്ച് അബ്സോർബ്ഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത്. അപ്പോൾ ഈ ഗാമ റേയും എക്സ്റേ ഒക്കെ എർത്തിലേക്ക് എത്താൻ ക്യാപ്പബിൾ അല്ല. സോ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമോട്ട് സെൻസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ അബ്സോർബ്ഡ് ആവുന്നുണ്ട് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സിൽ വെച്ചിട്ട്. ആൻഡ് അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുത്താൽ അതിൽ 3 കാര്യങ്ങളാണ് അറ്റ്മോസ്ഫിയറിക് ഇൻട്രാക്ഷനിൽ വരുന്നത്: സ്കാറ്ററിങ്, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഫിഗർ നോക്കാം നിങ്ങൾ. ഈ സോളാർ റേഡിയേഷൻ ഇങ്ങനെ വരികയാണ്. സോളാർ റേഡിയേഷൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൽ തട്ടി റിഫ്ലക്റ്റഡ് ആവും. പിന്നെ ഇങ്ങനെ വരികയാണ്, നമ്മളെ എർത്ത് സർഫസ് ഫീച്ചറിൽ തട്ടി റിഫ്ലക്റ്റഡ് ആയി സാറ്റലൈറ്റിലേക്ക് തിരിച്ചു പോവും. അല്ലെങ്കിൽ എന്താവും, ഇവിടെ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ അബ്സോർബ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിളിൽ തട്ടി റിഫ്ലക്റ്റഡ് ആവുന്നതിനാണ് നമ്മൾ സ്കാറ്ററിംഗ്. ഈ ക്ലൗഡൊക്കെ പോലെയുള്ള പാർട്ടിക്കിളിൽ തട്ടി സ്കാറ്റേർഡ് ആവുന്നതിനാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ സ്കാറ്ററിംഗ്? സ്കാറ്ററിംഗ് കാരണമാണ് നമ്മുടെ സ്കൈ ബ്ലൂ ആയിട്ട് കാണുന്നത്,
സീ ബ്ലൂ ആയിട്ട് കാണുന്നതൊക്കെ നമ്മൾ സൺസെറ്റ് റെഡായിട്ട് കാണുന്നതൊക്കെ സ്കാറ്ററിങ് കാരണമാണ്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാറ്ററിങ് ഈസ് ദ റിഫ്ലക്ഷൻ ഓർ ഡിഫ്യൂഷൻ ഓഫ് റേഡിയേഷൻ ബൈ ദി പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾ തട്ടി റിഫ്ലക്റ്റഡ് ആവുക അല്ലെങ്കിൽ ഡിഫ്യൂസ്ഡ് ആവുക, അതിനാണ് നമ്മൾ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ സ്കാറ്ററിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റെയിലേ സ്കാറ്ററിങ്, മീസ് സ്കാറ്ററിങ് ആൻഡ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻകമ്മിങ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനെയും ഏത് പാർട്ടിക്കിളിൽ തട്ടിയാണ് സ്കാറ്റേർഡ് ആവുന്നത് അതിൻ്റെ ഡയമീറ്ററിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ആണ് നടക്കുന്നത്, അറ്റ്മോസ്ഫിയറിലുള്ള ഒരു വേവ് ലെങ്ത്ത് വരുമ്പോൾ അതിന് റെയിലേ സ്കാറ്ററിങ് ആണോ മീസ് സ്കാറ്ററിങ് ആണോ നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ് ആണോ നടക്കുന്നത് എന്നുള്ളത് ഈ വരുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിനെയും പാർട്ടിക്കിളുടെ ഡയമീറ്ററിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം റെയിലേ സ്കാറ്ററിങ് എന്താണ്. റെയിലേ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ സ്മോൾ ഡയമീറ്റർ പാർട്ടിക്കിൾസിൽ തട്ടിയിട്ട് റേഡിയേഷൻ സ്കാറ്റേർഡ് ആവുന്നതിനാണ് നമ്മൾ റെയിലേ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്കാറ്ററിങ് നടക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് അല്ലെ സ്മോൾ ഡയമീറ്റർ പാർട്ടിക്കിളിൽ തട്ടിയിട്ടാണ്. ഓക്കെ. ആൻഡ് ഇവിടെ ഒരു ലോ ഉണ്ട്, നിങ്ങൾക്കിത് ലോ ആയിട്ട് പഠിക്കാനില്ല, നമ്മൾ വേറെ റിമോട്ട് സെൻസിങ് സെപ്പറേറ്റ് പഠിക്കുകയാണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. അപ്പോൾ റെയിലേ സ്കാറ്ററിങ്ങിൻ്റെ ഒരു ലോ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എമൗണ്ട് ഓഫ് സ്കാറ്ററിങ് ഈസ് inversely proportional to fourth power of the wavelength. That is, amount of scattering S ആണെന്ന് വിചാരിക്കാം. If S is the amount of scattering, it is inversely proportional to fourth power of wavelength. If S is the amount of scattering and L is the wavelength, then amount of scattering is inversely proportional to fourth power of wavelength. അപ്പോൾ വേവ് ലെങ്ത് കുറയുമ്പോൾ സ്കാറ്ററിങ് കൂടും അല്ലേ. അപ്പോൾ ഇവിടെ റെയിലേ സ്കാറ്ററിങ് എഫക്റ്റ് ചെയ്യുന്നത് വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷൻസിനെയാണ്. വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അൾട്രാ വയലറ്റ്, നമ്മുടെ വയലറ്റ്, ബ്ലൂ, അതൊക്കെയാണ് വേവ് ലെങ്ത് കുറവുള്ളത്. നമ്മൾ ഗാമ റേ എക്സ്റേ ഒന്നും ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ വേവ് ലെങ്ത് കുറവാണ് ഓൾറെഡി ആൻഡ് അതൊക്കെ അബ്സോർബ്ഡ് ആവുന്ന റേഡിയേഷനാണ്. അത് കഴിഞ്ഞ വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷൻസ് ഏതൊക്കെയാണ്? യു വി റേസ്, വയലറ്റ്, ബ്ലൂ, ആ ഒരു റീജിയണിലുള്ള റേഡിയേഷൻസ് ആണ് വേവ് ലെങ്ത് കുറവുള്ളത്. അപ്പോൾ വേവ് ലെങ്ത് കുറവുള്ള റേഡിയേഷൻസ് മോർ സ്കാറ്റേർഡ് ആവും. അതുകൊണ്ട് ഈ ബ്ലൂ റീജിയൺ, വയലറ്റ് ബ്ലൂ റീജിയണിലുള്ള റേഡിയേഷൻസ് ആണ് ഈ റെയിലേ സ്കാറ്ററിങ്ങിൽ മോർ സ്കാറ്റേർഡ് ആവുന്നത്. പക്ഷേ റെഡൊക്കെ എന്താണ്? റെഡൊന്നും അധികം സ്കാറ്റേർഡ് ആവില്ല, കാരണം അതിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ. അപ്പം ഈ ഒരു സ്കാറ്ററിങ് റെയിലേ സ്കാറ്ററിങ് കാരണമാണ് നമ്മൾ സ്കൈ ബ്ലൂ ആയിട്ട് അപ്പയറുന്നത്. എങ്ങനെ? സ്കൈ നമ്മുടെ സോളാർ റേഡിയേഷൻ സ്കൈയിലെത്തുന്നു, ടൈനി പാർട്ടിക്കിൾസിൽ തട്ടുന്നു, സ്മോൾ വേവ് ലെങ്ത് ആയിട്ടുള്ള ബ്ലൂ റീജിയണൊക്കെ സ്കാറ്റേർഡ് ആവുന്നു. അപ്പോൾ ആ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഏത് കളറാണോ ആ കളറിലാണ് നമ്മൾ സ്കൈ കാണുന്നത്. ഇതേപോലെ തന്നെ ഇത് തന്നെയാണ് സൺസെറ്റ് റെഡായിട്ട് കാണാൻ കാരണം. സൺസെറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും അല്ലേ. ഒരു നൂൺ ടൈമിനെക്കാട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ ഇസ് മോർ അറ്റ് സൺസെറ്റ്. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം സൺസെറ്റിൻ്റെ ടൈമിൽ സോളാർ റേഡിയേഷൻ എർത്തിലേക്ക് റീച്ച് ചെയ്യാൻ. അപ്പോൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ ബ്ലൂ റീജിയൻ വേവ് ലെങ്ത് കുറവുള്ള എല്ലാ വേവ്സും എന്തായിട്ടുണ്ടാവും? സ്കാറ്റേർഡായി പോയിട്ടുണ്ടാവും. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് സ്കാറ്റേർഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ വരുന്ന റേഡിയേഷനിൽ റെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അത് അധികം സ്കാറ്റേർഡ് ആവില്ല. അതുകൊണ്ട് റെഡ് മാത്രമേ വരുന്ന റേഡിയേഷൻ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ സൺസെറ്റ് റെഡിൽ കാണുന്നു. ബാക്കി എല്ലാ ബ്ലൂ കളറിലുള്ള വേവ് ലെങ്ത് ഒക്കെ അതിന് റെയിലേ സ്കാറ്ററിങ് സംഭവിച്ച് അത് സ്കാറ്റേർഡായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് റെയിലേ സ്കാറ്ററിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മീസ് സ്കാറ്ററിങ്. അപ്പോൾ മീസ് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലാർജ് ഡയമീറ്റർ പാർട്ടിക്കിളാണ്, ലൈക്ക് വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾ, അങ്ങനെയുള്ള ലാർജ് ഡയമീറ്റർ പാർട്ടിക്കിളാണ് മീസ് സ്കാറ്ററിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ റെയിലേ സ്കാറ്ററിങ്ങും മീസ് സ്കാറ്ററിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ
റെയിലേ സ്കാറ്ററിങ് നടക്കുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ്. കാരണം അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് ടൈനി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുക. നമുക്കറിയാം, നമ്മൾ അറ്റ്മോസ്ഫിയറിനെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്പർ ലെയേഴ്സിലാണ് ഈ ടൈനി പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുക. ലോവർ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയുള്ള ഈ ലെയർ, അറ്റ്മോസ്ഫിയറിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ആ ലെയറിനാണ് നമ്മൾ ലോവർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വലിയ ഡയമീറ്റർ ഡസ്റ്റ് പാർട്ടിക്കിളും വാട്ടർ വേപ്പറും കാർബൺ ഡയോക്സൈഡും അങ്ങനെയുള്ള വലിയ 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 മോളിക്യൂൾസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ലെയറാണ്. ഈ വലുത് എന്ന് പറയുന്നത് നമ്മളൊരു സ്കെയിലല്ല, ഈ വരുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിൻ്റെ ഒരു സ്കെയിലിൽ ഈ പാർട്ടിക്കിൾസൊക്കെ വലുതാണ്, ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ ലോവർ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിൽ ലാർജ് ഡയമീറ്റർ പാർട്ടിക്കിൾസാണ് ഉണ്ടാവുക. ആ ലാർജ് ഡയമീറ്റർ പാർട്ടിക്കിളിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മീസ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ഡയമീറ്റർ പാർട്ടിക്കിൾ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ റെയിലേ സ്കാറ്ററിങ്ങിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതിനേക്കാളുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, റെയിലേ സ്കാറ്ററിംഗ് വേവ് ലെങ്ത് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. പക്ഷേ മീസ് സ്കാറ്ററിങ്ങിൽ എല്ലാ വേവ് ലെങ്ത്തും ഈക്വലി ആണ് റിഫ്ലക്റ്റഡ് ആവുക. അതിനിങ്ങനെ ബ്ലൂ കുറേ കൂടുതൽ റിഫ്ലക്റ്റഡ് ആവുന്നോ റെഡ് കുറവ് റിഫ്ലക്റ്റഡ് ആവുന്നോ ഒന്നുമില്ല. മീസ് സ്കാറ്ററിങ്ങിൽ എല്ലാ റേഡിയേഷനും ഈക്വലി ആണ് സ്കാറ്റേർഡ് ആവുക. ഓക്കെ, ഈക്വലി ആണ് സ്കാറ്റേർഡ് ആവുക. റെയിലേ സ്കാറ്ററിങ്ങിൽ സ്മോൾ വേവ് ലെങ്ത് ആണ് കൂടുതൽ സ്കാറ്റേർഡ് ആവുന്നത്. ആ ഡിഫറൻസ് ഓർത്ത് വെക്കുക. ദെൻ a third category is non-selective scattering. നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് ടൈനി പാർട്ടിക്കിളും പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിളും ഒക്കെയാണ്. പക്ഷേ അറ്റ്മോസ്ഫിയറിൽ അതിനെക്കാട്ടും വലിയ പാർട്ടിക്കിൾസും ഉണ്ടാവും. അതായത് നമ്മൾ വരുന്ന റേഡിയേഷൻ്റെ ഡയമീറ്ററിനേക്കാളും 10 times മോർ ഡയമീറ്ററുള്ള പാർട്ടിക്കിളിലൊക്കെ തട്ടി ഉണ്ടാവുന്ന സ്കാറ്ററിങ്ങിനാണ് നമ്മൾ നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് എന്ന് പറയുക. വരുന്ന ഇൻകമ്മിങ് സോളാർ റേഡിയേഷൻ്റെ 10 times, ആ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിൻ്റെ 10 times മോർ സൈസുള്ള പാർട്ടിക്കിളിൽ തട്ടിയിട്ടുണ്ടാവുന്ന സ്കാറ്ററിംഗ് ആണ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. അപ്പോൾ ഈ 10 times ലാർജ് ഡയമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ പാർട്ടിക്കിളായിരിക്കും? നമ്മളെ ക്ലൗഡൊക്കെ വലുതല്ലേ ഈ വേവ് ലെങ്ത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ പോളൻ ഗ്രെയിൻസ്, ദാറ്റ് ഈസ് പൂമ്പൊടിയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അറ്റ്മോസ്ഫിയറിലൂടെ ത്രൂ വിൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാവും. പോളൻ ഗ്രെയിൻസ്, പിന്നെ ഐസ് ആൻഡ് സ്നോ ക്രിസ്റ്റൽസ്, വാട്ടർ വേപ്പർ, റെയിൻ ഡ്രോപ്ലെറ്റ്, ഇതൊക്കെ എന്താണ് ലാർജ് ഡയമീറ്റർ ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ ഇതിലൊക്കെ തട്ടുമ്പോൾ നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതും ഈ മീസ് സ്കാറ്ററിങ്ങിനെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വേവ് ലെങ്ത്തിനെയും ഈക്വലി സ്കാറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ഞാൻ ആഡ് ചെയ്തത്, ഇറ്റ് ജസ്റ്റിഫൈസ് ദ റീസൺ വൈ ക്ലൗഡ് അപ്പിയേഴ്സ് വൈറ്റ് ഇൻ ഇമേജ്. ക്ലൗഡ് വൈറ്റ് ആയിട്ട് കാണാൻ കാരണം ഈ നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ഇമേജൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാം, മിക്കവാറും എന്തായാലും ഒരു സാറ്റലൈറ്റ് ഇമേജ് എടുത്താൽ അതിൽ ക്ലൗഡ് കവർ ഉണ്ടാവും. അതായത് സാറ്റലൈറ്റ് നമ്മൾ എർത്തിൻ്റെ ഇമേജ് എടുക്കുന്നത് സ്പേസിൽ നിന്നാണല്ലോ. അപ്പോൾ സ്പേസിൽ നിന്ന് ആ റേഡിയേഷൻ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ക്ലൗഡ് ഉണ്ടെങ്കിൽ എന്താവും, ആ ഒരു ഏരിയ അതിൻ്റെ താഴെ, ആ ക്ലൗഡിൻ്റെ താഴെ എന്താണോ അത് നമുക്ക് കാണാൻ കഴിയില്ല. പകരം നമുക്ക് സാറ്റലൈറ്റ് ഇമേജിൽ ഒരു വൈറ്റ് സ്പോട്ടാണ് കാണുക. ആ വൈറ്റ് സ്പോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്ലൗഡിനെയാണ്. അപ്പോൾ ആ ക്ലൗഡിൻ്റെ താഴെ നിന്നുള്ള റേഡിയേഷൻ നമ്മൾ സാറ്റലൈറ്റിലേക്ക് എത്തില്ല. കാരണം എന്താ, അത് ക്ലൗഡിൽ വെച്ച് തന്നെ റിഫ്ലക്റ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ക്ലൗഡ് കവർ ഒരു സാറ്റലൈറ്റ് ഇമേജറിയിലുള്ള ഒരു മേജർ പ്രോബ്ലമാണ്. ഒരു 50% ക്ലൗഡ് കവറൊക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ മോർ ദാൻ 50% ക്ലൗഡ് കവർ ഉള്ളൊരു ഇമേജൊന്നും നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യില്ല. ആൻഡ് ഈ ക്ലൗഡ് കവർ ഡിറ്റക്റ്റ് ചെയ്യാനും അത് റിമൂവ് ചെയ്യാനൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആൻഡ് ഈ ക്ലൗഡ് എന്തുകൊണ്ടാണ്, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ക്ലൗഡ് എന്തുകൊണ്ടാണ് വൈറ്റ് ആയിട്ട് കാണുന്നത്. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ പണ്ട് 7ാം 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്ലൗഡ് വൈറ്റായിട്ട് അപ്പിയർ ചെയ്യുന്നുള്ള കാരണം, ക്ലൗഡ് എന്നല്ല ഏതൊരു ഒബ്ജക്റ്റും വൈറ്റായിട്ട് കാണുക എപ്പോഴാണ്, അത് എല്ലാ സോളാർ റേഡിയേഷനിലുള്ള എല്ലാ വേവ് ലെങ്ത്തിനെയും റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് അത് വൈറ്റായിട്ട് കാണുക. ആൻഡ് ഒരു ഒബ്ജക്റ്റ് ബ്ലാക്ക് ആയിട്ട് കാണുക, അത് സോളാർ റേഡിയേഷനിലുള്ള എല്ലാ വേവ് ലെങ്ത്തിനെയും അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് ബ്ലാക്ക് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് ഈ വരുന്ന സോളാർ റേഡിയേഷനെ മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്.
മുഴുവൻ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ വൈറ്റ് ആയിട്ട് കാണും. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. എല്ലാ വേവ് ലെങ്ത്തിനെയും ഈക്വലി സ്കാറ്റർ ചെയ്യുക ആൻഡ് അതിൻ്റെ സൈസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 10 times മോർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ. അപ്പോൾ ഈ 3 സ്കാറ്ററിങ് ടൈപ്സും ഓർത്ത് വെക്കുക. റെയിലേ സ്കാറ്ററിങ്, മീസ് സ്കാറ്ററിങ് ആൻഡ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഈ റീജിയണിൽ. Okay, now second process or second type of interaction that an electromagnetic waves come in contact with the atmosphere is absorption. Absorption എന്ന് പറഞ്ഞാൽ എന്താ? ഈ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് നമ്മുടെ ഇൻകമ്മിങ് റേഡിയേഷൻ അങ്ങ് അബ്സോർബ് ചെയ്ത് കളയുക, എനർജി അബ്സോർബ് ചെയ്ത് കളയുക. അതിനാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മേജർ അബ്സോർബേഴ്സ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ആർ വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓസോൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസോൺ ലെയർ, അറ്റ്മോസ്ഫിയർ പ്രസൻ്റ് ആയിട്ടുള്ള ഓസോൺ ലെയർ UV റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലേ. അൾട്രാ വയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നൊരു ലെയറാണ് ഓസോൺ ലെയർ. അപ്പോൾ ഓസോൺ ലെയറിൽ ഹോൾ ഉണ്ടാകുന്നതൊക്കെ മാറ്റർ ആവുന്നത് അതാണ്. ഈ UV റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാർസിനോജനിക് ആണ്, ക്യാൻസർ കോസിങ് ആണ് UV റേഡിയേഷൻ. അപ്പോൾ UV റേഡിയേഷൻ എർത്തിലേക്ക് എത്തിയാൽ അത് നമുക്ക് ഹാംഫുൾ ആണ്. പക്ഷേ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ഓസോൺ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസോണിൽ ഹോൾ ഉണ്ടാവുമ്പോൾ ഈ UV റേഡിയേഷൻ വിൽ ബി capable of transmitting through the atmosphere. അപ്പോൾ അത് നമുക്ക് വീണ്ടും പ്രശ്നമാകും. അതുകൊണ്ടാണ് ഈ ഓസോണിലുള്ള ഹോളൊക്കെ മാറ്റർ ആവുന്നത്. ഓക്കെ, അപ്പം ഓസോൺ അബ്സോർബ് UV റേഡിയേഷൻ. അതേപോലെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡ് ഇസ് capable of absorbing thermal infrared waves. അതേപോലെ വാട്ടർ വേപ്പർ ഈസ് capable of absorbing ലോങ് വേവ് ഇൻഫ്രാറെഡ്. ലോങ് വേവ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് തെർമൽ ഇൻഫ്രാറെഡ് തന്നെയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ അബ്സോർബ്സ് ഷോർട്ട് വേവ് മൈക്രോവേവിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട് വാട്ടർ വേപ്പർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുമ്പോൾ സ്കാറ്ററിങ് അല്ലെങ്കിൽ പിന്നെ അബ്സോർപ്ഷനാണ് അടുത്ത പ്രോസസ്സ്. നമ്മുടെ സോളാർ റേഡിയേഷനായിട്ട് ഇൻട്രാക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന നെക്സ്റ്റ് പ്രോസസ്സ് ഈസ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഓസോൺ. ഓസോൺ ഏതിനാണ് അബ്സോർബ് ചെയ്യുന്നത്? UV റേഡിയേഷന്. കാർബൺ ഡയോക്സൈഡ് തെർമൽ ഇൻഫ്രാറെഡിനെ. വാട്ടർ വേപ്പർ തെർമൽ ഇൻഫ്രാറെഡിനെയും അബ്സോർബ് ചെയ്യും, ഷോർട്ട് വേവ് മൈക്രോവേവിനെയും അബ്സോർബ് ചെയ്യും. ആൻഡ് തേർഡ് പ്രോസസ് that is occurring while the electromagnetic radiation passing through the atmosphere is transmission. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്ഫിയറിലൂടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്മിറ്റഡ് ആവുക, സ്കാറ്റേർഡ് ആവുന്നില്ല, അബ്സോർബ്ഡ് ആവുന്നില്ല, പകരം അത് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരികയാണ്. അതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ പറയുമ്പോൾ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരു കാര്യം കൂടെ പറയണം, അറ്റ്മോസ്ഫിയറിക് വിൻഡോസ്. അതിൻ്റെ മുന്നേ ഈ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ മൂന്ന് ഇൻട്രാക്ഷൻ പറഞ്ഞു ഇല്ലേ. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 3 ഇൻട്രാക്ഷൻ ഞാൻ പറഞ്ഞു. ഇപ്പോൾ സ്കാറ്ററിങ് പറഞ്ഞു, അബ്സോർപ്ഷൻ പറഞ്ഞു, ട്രാൻസ്മിഷൻ പറഞ്ഞു. നമുക്ക് റിമോട്ട് സെൻസിങ്ങിൻ്റെ ടേമിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രാൻസ്മിഷനാണ്. കാരണം ഈ ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന വേവ് മാത്രമേ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് റിമോട്ട് സെൻസിങ് പോസിബിൾ ആവണമെങ്കിൽ സോളാർ റേഡിയേഷൻ വേണം, അത് അറ്റ്മോസ്ഫിയറിലൂടെ വന്ന് നമ്മൾ ഒബ്ജക്റ്റിൽ ഫോളോ ചെയ്യണം, ഒബ്ജക്റ്റിന് റിഫ്ലക്റ്റ് ചെയ്ത് സാറ്റലൈറ്റിൽ എത്തണം അല്ലേ. അപ്പോൾ ഈ വരുന്ന റേഡിയേഷൻ സ്കാറ്റേർഡ് ആയിപ്പോയി അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആയിപ്പോയാൽ അത് ഒബ്ജക്റ്റിലേക്ക് എത്തുമോ? ഇല്ല. അപ്പോൾ ട്രാൻസ്മിറ്റഡ് ആവുന്ന വേവ് ലെങ്ത് മാത്രമേ എന്താവുള്ളൂ? ഒബ്ജക്റ്റിലേക്ക് എത്തുള്ളൂ. എന്നാൽ മാത്രമേ അത് ഒബ്ജക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്ത് റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. എന്നിട്ട് മാത്രമേ അത് സാറ്റലൈറ്റിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ട്രാൻസ്മിഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻട്രാക്ഷൻ among the 3 types of interaction with the atmosphere. ഓക്കെ, അപ്പോൾ ഏതൊക്കെ വേവ് ലെങ്ത്ത് ട്രാൻസ്മിറ്റഡ് ആവുന്നുണ്ടോ അറ്റ്മോസ്ഫിയറിലൂടെ ആ വേവ് ലെങ്ത്ത് മാത്രമേ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റേയും ഗാമറേയും അൾട്രാ വയലറ്റ് റേസ് ഒന്നും എന്തിനു യൂസ് ചെയ്യാത്തത്? റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാത്തത്. പക്ഷേ നമ്മൾ വിസിബിൾ ലൈറ്റ്, ഓഫ് കോഴ്സ് നമുക്കറിയാം വിസിബിൾ ലൈറ്റ് അറ്റ്മോസ്ഫിയറിൽ ട്രാവൽ ചെയ്ത് നമ്മൾ എർത്തിലെത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നത് കാര്യങ്ങൾ. അതേപോലെ തെർമൽ ഇൻഫ്രാറെഡിന് ആ കപ്പാസിറ്റി ഉണ്ട്, അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്ത് വിത്തൗട്ട് ബീങ് സ്കാറ്റേർഡ് ഓർ വിത്തൗട്ട് ബീങ് അബ്സോർബ്ഡ്. തെർമൽ ഇൻഫ്രാറെഡ് റേസ് ആർ ക്യാപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. അതേപോലെ മൈക്രോവേവ് എക്സലൻറ്റ്
എക്സലൻറ്റ് ട്രാൻസ്മിഷനാണ് മൈക്രോവേവ്സിന്. വിസിബിൾ റേസിനെക്കാട്ടും ട്രാൻസ്മിറ്റഡ് ആവാനുള്ള കപ്പാസിറ്റി ഉണ്ട് മൈക്രോവേവ്സിന്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്മിഷൻ്റെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു ടേമാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ്. വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ബിൽഡിങ്ങിന് വിൻഡോ വെക്കുന്നത് എന്തിനാണ്? അതിലൂടെ ലൈറ്റും എയറും ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോ വെക്കുന്നത്. അതേപോലെ അറ്റ്മോസ്ഫിയറിലുള്ള വിൻഡോ ആണ് നമ്മളീ പറയുന്നത് അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് വെച്ചാൽ ഏതൊക്കെ വേവ് ലെങ്ത്ത് ഇൻകമ്മിങ് സോളാർ റേഡിയേഷനിൽ ഏതൊക്കെ വേവ് ലെങ്ത്ത് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് എർത്തിലെത്തുന്നുണ്ട് അതിനൊക്കെയാണ് ആ വേവ് ലെങ്ത്തിനൊക്കെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയാം. അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് എർത്തിലേക്ക് എത്താൻ ക്യാപ്പബിലിറ്റി ഉള്ള വേവ് ലെങ്ത്ത് ഓഫ് റേഡിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ എക്സ്റേ അറ്റ്മോസ്ഫിയറിക് വിൻഡോ അല്ല. കാരണം എന്താ? അതിന് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നതിന് മുന്നേ അത് അബ്സോർബ് ആയി പോകും. ഗാമ റേ എത്തില്ല, അതും എന്തല്ല അറ്റ്മോസ്ഫിയറിക് വിൻഡോ അല്ല. അൾട്രാ വയലറ്റ് സ്കാറ്റേഡ് ആയി പോകും, അതും അറ്റ്മോസ്ഫിയറിക് വിൻഡോ അല്ല. വിസിബിൾ ലൈറ്റിൻ്റെ ചില റീജിയൻസ് എർത്തിലേക്ക് എത്തുന്നുണ്ട്, അത് അറ്റ്മോസ്ഫിയറിക് വിൻഡോ ആണ്. മൈക്രോവേവ് എർത്തിലേക്ക് എത്തുന്നുണ്ട്, അത് അറ്റ്മോസ്ഫിയറിക് വിൻഡോ ആണ്. തെർമൽ ഇൻഫ്രാറെഡ് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്, അതും എന്താണ്? അറ്റ്മോസ്ഫിയറിക് വിൻഡോ ആണ്. ഇങ്ങനെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏതൊക്കെ വേവ് ലെങ്ത് ഉള്ള വേവ്സ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് എർത്തിലേക്ക് എത്തുന്നുണ്ട് അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അതിൽ നമ്മൾ എന്ത് കാണിച്ചേക്കുന്നുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് കാണിച്ചേക്കുന്നുണ്ട്. ഇവിടെ ബ്ലൂ കളറിൽ കാണുന്ന വേവ് ലെങ്ത്തൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നില്ല, അതായത് എർത്തിലേക്ക് എത്തുന്നില്ല. ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്ന വേവ് ലെങ്ത്തൊക്കെ നമ്മൾ എർത്തിലേക്ക് എത്തുന്നില്ല, അത് ട്രാൻസ്മിഷന് കപ്പാസിറ്റി ഇല്ലാത്ത വേവ് ലെങ്ത്താണ്. പകരം വൈറ്റിൽ കാണിച്ചേക്കുന്നില്ലേ, ആ വൈറ്റിൽ കാണിച്ചേക്കുന്ന റീജിയൺ ആണ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്ത് എർത്തിലേക്ക് എത്താൻ കപ്പാസിറ്റി ഉള്ളത്. സോ ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ. അപ്പോൾ കാണിക്കുകയാണെങ്കിൽ വൈറ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ്, ഇത് ബ്ലൂ റീജിയൻ. ആ ബ്ലൂ റീജിയൻ ഒക്കെ ഒപാക്കാണ്. അറ്റ്മോസ്ഫിയർ ഈസ് ഒപാക്ക് ടു ദിസ് വേവ് ലെങ്ത്. അറ്റ്മോസ്ഫിയർ ഈ ഒരു വേവ് ലെങ്ത്, ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന വേവ് ലെങ്ത്തിനൊന്നും എർത്തിലേക്ക് കടത്തി വിടൂല. ഇറ്റ് ഈസ് ഒപാക്ക് ടു ദിസ് റേഞ്ച് ഓഫ് വേവ് ലെങ്ത്. ആൻഡ് വൈറ്റിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഒക്കെ എന്താണ്? ഈ വേവ് ലെങ്ത് ഒക്കെ capable of being transmitted through the atmosphere ആണ്. ആൻഡ് സച്ച് വേവ് ലെങ്ത് ആർ നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് വിൻഡോ. അപ്പോൾ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു റേഞ്ച് മാത്രമാണ്. ഇവിടെ വിസിബിൾ ആണ്, പിന്നെ ഇത് ഇൻഫ്രാറെഡ് ആണ്, ഇത് മൈക്രോവേവ് ആണ്. ഈ 3 റീജിയൻ മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഗാമ റേ എക്സ്റേ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി അബ്സോർബ്ഡ് ആണ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഓർ അറ്റ്മോസ്ഫിയർ വിൻഡോ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വിസിബിൾ റീജിയണും ഇൻഫ്രാറെഡ് റീജിയണും മൈക്രോവേവ് റീജിയണും എടുത്തു. ഇവിടെ നോക്കുക, ഇവിടെ വിസിബിൾ റീജിയണിൽ കുറച്ച് ഇതൊക്കെ എന്താണ്? കുറച്ച് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ഉണ്ട്. പിന്നെ എടുക്കുകയാണെങ്കിൽ ഇതാ ഇൻഫ്രാറെഡിൻ്റെ ഈ ഒരു റീജിയണിലാണ് പിന്നെ ഒരു അറ്റ്മോസ്ഫിയറിക് വിൻഡോ ഉള്ളത്, പിന്നെ നമ്മുടെ മൈക്രോവേവിലും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ്. വിസിബിളിൽ കുറച്ച് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ഉണ്ട്, വിസിബിൾ റീജിയണിൽ കുറച്ചൊരു അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ഉണ്ട്. പിന്നെ വരുന്ന അറ്റ്മോസ്ഫിയറിക് വിൻഡോ ഈ തെർമൽ ഇൻഫ്രാറെഡിൻ്റെ അവിടെയാണ് അല്ലേ. ഇതൊക്കെ തെർമൽ ഇൻഫ്രാറെഡിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മുടെ മൈക്രോവേവ് റീജിയൻ. ഇത്രയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ ഉള്ളത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് പറഞ്ഞാൽ ഏത് വേവ് ലെങ്ത് ആണോ അറ്റ്മോസ്ഫിയറിലൂടെ ട്രാവൽ ചെയ്ത് എർത്തിലെത്താൻ കപ്പാസിറ്റി ഉള്ളത് ആ വേവ് ലെങ്ത്തിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് വിൻഡോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്താൻ കപ്പാസിറ്റി ഉള്ള വേവ്സിനെ മാത്രമേ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോ മാത്രമേ ആ വേവ് ലെങ്ത്തിനെ മാത്രമേ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഏതൊക്കെ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ആണ് ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആ റേഡിയേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ വേവ് ലെങ്ത് ആണ് അറ്റ്മോസ്ഫിയറിലൂടെ ട്രാൻസ്മിറ്റഡ് ആയിട്ട് ഒബ്ജക്റ്റിലെത്താൻ കപ്പാസിറ്റിയുള്ള വേവ് ലെങ്ത്തുകൾ അതുകൊണ്ടാണ് നമ്മളത് റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ഏതൊക്കെ
ഒബ്ജക്റ്റിനാണോ ഒപ്പാക്ക് ആയിട്ടുള്ളത് അതൊന്നും നമ്മൾ എന്തിനു യൂസ് ചെയ്യില്ല, റിമോട്ട് സെൻസിങ്ങിന് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വിത്ത് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്നതാണ്, ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. കമൻറ്റ് അബൌട്ട് ദി ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിത്ത് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വാട്ട് ഈസ് റെയിലേ സ്കാറ്ററിങ് ആൻഡ് മീ സ്കാറ്ററിങ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിങ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഓഫ് EM വേവ് വിത്ത് അറ്റ്മോസ്ഫിയർ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു റീജിയനിൽ നിന്ന് വരാറുണ്ട്. ആൻഡ് വാട്ട് ഈസ് അറ്റ്മോസ്ഫിയർ വിൻഡോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗറൊക്കെ വരച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ.